നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണിയാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ അരൂർ പഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ലൈഫ് ഭവന പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞെന്ന ഖ്യാതി നേടിയിട്ടുള്ള പഞ്ചായത്ത് കൂടിയാണ് അരൂർ. ഒപ്പം തന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷികം തുടങ്ങിയ മേഖലകൾക്കും കൂടുതൽ മുൻതൂക്കം നൽകിക്കൊണ്ടുവരുന്നുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ശ്രീമതി രാഖി. കൊച്ചി എറണാകുളം മെട്രോ സിറ്റിയോട് ചേർന്ന് കിടക്കുന്നതും എന്നാൽ നഗരത്തിൻ്റെതായ തിരക്കുകളും സൗകര്യങ്ങളും ഉള്ളതും വേമ്പനാട് കൈതപ്പുഴ കായലോരത്ത് ഗ്രാമീണ സൗന്ദര്യം ഉൾക്കൊള്ളുന്നതുമാണ് അരൂർ ഗ്രാമപഞ്ചായത്ത് എന്ന ഗ്രാമം. ഏകദേശം 22ഓളം വാർഡുകളാണ് അരൂർ ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ളത്. 2021 പഞ്ചായത്ത് ഭരണസമിതി ചുമതലയേറ്റ കാലഘട്ടം മുതൽ അരൂർ ഗ്രാമപഞ്ചായത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ നിരവധിയാണ്. ഏകദേശം 488 പേർക്കാണ് ഭവന പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ചു നൽകാൻ സാധിച്ചിട്ടുള്ളത് എന്ന ചാരിതാർത്ഥ്യം നിലവിലുണ്ട്. അരൂർ ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് എരിയകുളം എന്ന രീതിയിൽ മാലിന്യം നിറഞ്ഞു കിടന്നിരുന്ന ഒരു കുളത്തെ ശുദ്ധീകരിച്ച് കൽക്കെട്ടി അതിനോട് ചേർന്ന് ഒരു പാർക്കും ഓപ്പൺ എയർ സ്റ്റേജും നിർമ്മിക്കുന്നതിൽ അരൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട നേട്ടമായി എടുത്തു പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതി ചുമതലയേൽക്കുമ്പോൾ ഹരിതകർമ്മസേന ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒന്നല്ല. പക്ഷെ ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തി 22 വാർഡുകളിലും 2 പേര് വീതം ഹരിതകർമ്മസേനയെ നിർത്തിക്കൊണ്ട് നല്ലൊരു രീതിയിൽ ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടത്താൻ അരൂർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് അതിൽ എടുത്തു പറയേണ്ടത് പഞ്ചായത്തിന്റെ വാതുക്കലുള്ള ഒരു കുളം നവീകരിച്ച് അതിൽ ശുദ്ധജല വിതരണമടക്കം നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. പൊതുകുളം കല്ല് കെട്ടി സംരക്ഷിച്ച് ടേക്ക് എ ബ്രേക്ക് മാനവീയ പാർക്ക് ഇതിനോടകം തന്നെ മന്ത്രി എം.പി. രാജേഷ് നിർവഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട് അല്ലേ? ഉദ്ഘാടനം 2022 ഫെബ്രുവരി 2 മന്ത്രി എം.പി. രാജേഷ് നിർവഹിക്കുകയുണ്ടായി. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ കൃഷിക്ക് ഏറെ മുൻതൂക്കം നൽകുന്ന ഒരു പഞ്ചായത്താണ് അരൂർ എന്നറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കൃഷിയുമായി കാർഷിക മേഖലയായി കർഷകർക്കായിട്ട് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? ഒരു നെല്ലും ഒരു മീനും പദ്ധതി നടപ്പിലാക്കുന്നതിന് തുടക്കം മുതൽ തന്നെ പഞ്ചായത്ത് നിരവധി പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടി നടത്തിയിട്ടുണ്ട്. അതുപോലെ കൃഷി നന്നായി നടത്തുന്ന ശാന്തിഗിരി ആശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവിടെ കൃഷി നടത്തുന്നതിനും, അതായത് 2 ഘട്ടങ്ങളായി നെൽകൃഷിയും മറ്റ് കൃഷികളും ചീര ഉൾപ്പെടെയുള്ള പച്ചക്കൃഷി വിളവെടുപ്പുകൾ നടത്തുന്നതിന് പഞ്ചായത്തിന്റെ കൃഷിഭവനിൽ നിന്നുള്ള നിരവധി ആനുകൂല്യങ്ങൾ നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. മട്ടുപ്പാവിൽ കൃഷി എന്ന പദ്ധതിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ ടെറസില് കൃഷി നടത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ പഞ്ചായത്തിന് കഴിഞ്ഞു എന്നത് വലിയൊരു നേട്ടമായി കണക്കാക്കുന്നു. അതുപോലെ നമ്മുടെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ, അതായത് PHC അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഒഴിവുള്ള സ്ഥലങ്ങളിൽ നഴ്സറി കൃഷി നടത്തുകയും നഴ്സറി തൈകൾ വെച്ച് പിടിപ്പിക്കുകയും അത് വാർഡിന്റെ നിരവധി വിവിധ ഭാഗങ്ങളിലേക്ക് നൽകിക്കൊണ്ട് സ്കൂളുകളിലും 10 സ്കൂളുകളാണ് അരൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ളത്. ആ സ്കൂളുകളിലെല്ലാം ഒരു ചെറിയ രീതിയിൽ കൃഷി നടത്തുന്നതിന് കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികൾ നടത്തുന്നതിന് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും വിദ്യാർത്ഥികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വിവിധ വാർഡുകളിൽ തന്നെ നഴ്സറികളുടെ നിർമ്മാണം അടക്കം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആട്ടിൻകൂട് നിർമ്മാണവും എടുത്തു പറയേണ്ടതല്ലേ? ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എങ്ങനെയാണ് പഞ്ചായത്ത് എത്തുന്നത്? തൊഴിലുറപ്പ് പദ്ധതിയുമായി ചേർന്നിട്ടാണ് ആട്ടിൻകൂട് പശുക്കൾക്ക് ആവശ്യമായ പശുക്കളുടെ വാസസ്ഥലം ഒരുക്കൽ, തൊഴുത്ത് എന്ന വാസസ്ഥലം ഒരുക്കൽ എന്ന പദ്ധതിയിലൂടെ അത് നടപ്പിലാക്കിയിട്ടുള്ളത്. കോഴികൾക്ക് കോഴിക്കൂട് നിർമ്മാണവും, അതായത് ഉജ്ജീവൻ പദ്ധതിയിലൂടെ നിലാരംബരായ സ്ത്രീകൾക്ക് കോഴിക്കൂടും അതിൽ 25 കോഴികളെ വീതം നൽകുന്നതിന് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് എന്നത് അഭിമാന നേട്ടമായി കണക്കാക്കുന്നു.
തീർച്ചയായും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് പഞ്ചായത്തിലെ ടൂറിസം അതിനോടനുബന്ധിച്ചിട്ടുള്ള സാധ്യതകളാണ്. പ്രത്യേകിച്ച് ഈ വേമ്പനാട് കായലിനോട് തീരത്ത് കിടക്കുന്ന ഒരു പഞ്ചായത്താണോ അരൂർ ഗ്രാമപഞ്ചായത്ത്? ഇതിന് ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പഞ്ചായത്തിൽ നവീകരിക്കുന്നത്? ടൂറിസവുമായി ബന്ധപ്പെടുത്തി രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് പ്രധാനമായിട്ടും പഞ്ചായത്ത് ഒരു ടൂറിസം മേഖലയായി കണക്കാക്കപ്പെടുന്നത്. ഒന്ന്, അരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വടക്കറ്റമായ ഇടക്കൊച്ചിയോട് ചേർന്ന് കിടക്കുന്ന അരൂർ മുക്കം എന്ന് പറഞ്ഞ പ്രദേശം, കാട് പിടിച്ചു കിടന്നിരുന്ന ആ പ്രദേശത്തെ ക്ലീൻ ചെയ്ത് ആ പാലത്തിന്റെ ഇരുവശങ്ങളിലും കല്ല് കെട്ടി അവിടെ ബെഞ്ച് ഉൾപ്പെടെ നിർമ്മിച്ച് നൽകുന്നതിനാണ് പദ്ധതിയിട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉപയോഗിച്ച് ഒരു കട നിർമ്മിച്ച് അവിടെ ഒരു കടയും സാധാരണക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒത്തിരിയേറെ പേർ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുന്ന ഒരു സംവിധാനം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം വെളുത്തുള്ളി ടൂറിസം എന്ന ഒരു വലിയ സ്വപ്നമാണ് പൂർത്തീകരിക്കാനായി ഇനിയും പഞ്ചായത്ത് അംഗങ്ങളും ഭരണസമിതിയും ആലോചിക്കുന്നത്. വെളുത്തുള്ളി ടൂറിസം കേന്ദ്രം എന്ന് പറയുമ്പോൾ ഏകദേശം പഞ്ചായത്തിന്റെ 12ാം വാർഡിനോട് ചേർന്നാണ് പ്രവർത്തിക്കുക. അത് ഉൾക്കായലായിട്ട് അതുമായി പ്രദേശങ്ങളും അവിടെ ചെറിയ ബോട്ടിംഗ് പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ചാണ് പഞ്ചായത്ത് അതിന്റെ നടപടികളുമായാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. സംസ്ഥാനം ഇപ്പോൾ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്നുള്ളത് കുടിവെള്ള പ്രശ്നം തന്നെയാണ്. ഇത്തരത്തിൽ കായലുകളെല്ലാം തന്നെ അടുത്തുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കുടിവെള്ള ക്ഷാമം പ്രദേശം നേരിടുന്നുണ്ടോ? ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ കായലുകളും പുഴകളും എല്ലാം തന്നെ സംരക്ഷിച്ചു വരുന്ന പ്രവർത്തനങ്ങൾ എത്തരത്തിലാണ് നടപ്പിലാക്കുന്നത്? കായലുകളും കുളങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നതിനായി നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ചുമതല ഏറ്റ ഉടനെ തന്നെ നീർപ്രവാഹം കൃത്യമായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് ഓരോ വാർഡുകളിലേക്കും 1 ലക്ഷം രൂപ ഫണ്ട് വെച്ചുകൊണ്ട് നമ്മുടെ തോടുകളെല്ലാം ക്ലീൻ ചെയ്യുകയും അതുപോലെ തന്നെ പഴയ കാലത്ത് തന്നെ നിലവിലുണ്ടായിരുന്ന കിണറുകളെല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട് ജലം നൽകുന്നതിനുള്ള ഒരു പദ്ധതി നമ്മൾ തുടക്കം കുറിക്കുകയുണ്ടായി. അതോടൊപ്പം SCയുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഫണ്ട് ഉപയോഗിച്ച് ആ വിഭാഗങ്ങൾക്കായി കുടിവെള്ള ടാങ്കുകൾ വിതരണവും, അതായത് കായലോരത്തേക്ക് സാധാരണ ജലം എത്തുന്നതിന് ധാരാളം താമസം നേരിടുന്ന സാഹചര്യത്തിലാണ് ഇപ്രകാരമുള്ള കുടിവെള്ള ടാങ്കുകൾ വിതരണം ചെയ്യുന്നതിന് പഞ്ചായത്ത് തുടക്കമിട്ടിട്ടുള്ളത്. ധാരാളം കുടിവെള്ള ടാങ്കുകൾ ഈ 4 വർഷത്തിനുള്ളിൽ നൽകുന്നതിന് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ജപ്പാൻ കുടിവെള്ളം എല്ലാ വീടുകളിലും ശുചീകരിക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുന്നുണ്ട് അല്ലേ? അതെ, തോടുകളെല്ലാം തന്നെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. 21 വാർഡുകളിലെയും തോടുകൾ ശുദ്ധീകരിച്ചു കഴിഞ്ഞു. വീണ്ടും പദ്ധതി അതിനുമായി വെച്ചിട്ടുണ്ട്. ഒരു വർഷം 22 ലക്ഷം രൂപയാണ് തോടുകൾ ശുദ്ധീകരിക്കുന്നതിനായി മാത്രം വെച്ചിട്ടുള്ളത്. അതുപോലെ കാണകളും ശുദ്ധീകരിച്ചു വരുന്നു. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തോടുകൾ ശുചീകരിച്ച് അതിന്റെ സൈഡിൽ ടെക്സ്ചർ, അത് കയർ ഭൂവസ്ത്രം വിരിക്കുന്ന രീതിയിലാണ് ഭംഗിയാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. ഇനി ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ ക്ഷയരോഗ നിവാരണത്തിനായി 100 ദിന കർമ്മ പരിപാടി അടക്കമുള്ള ബോധവൽക്കരണ പരിപാടികളെല്ലാം തന്നെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അല്ലേ? അതെ, ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് 100 ദിന കർമ്മ പരിപാടികൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും കയറി ക്ഷയരോഗ നിർണയം നടത്തുകയും അതുപോലെ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും. അരൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യവസായ മേഖലയാണ് അരൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. 100ഓളം ഇൻഡസ്ട്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ആ ഇൻഡസ്ട്രിയിലുള്ള ഓരോ ആളുകളെയും പരിശോധിച്ചുകൊണ്ട് ക്ഷയരോഗ നിർമ്മാർജ്ജനം പൂർണ്ണമായും നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികളാണ് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായും. ആരോഗ്യരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ തന്നെയാണ് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ഈ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാസാമാസമുള്ള പാലിയേറ്റീവ് സന്ദർശനങ്ങൾ കൂടാതെ പാലിയേറ്റീവിനായി നഴ്സും അതിനുള്ള വാഹനങ്ങളും എല്ലാം പഞ്ചായത്ത് തന്നെയാണ് നൽകുക. അതിനുള്ള സാധനങ്ങൾ, അതായത് ഒരു കിടപ്പ് രോഗിയാണെങ്കിൽ ആ കിടപ്പ് രോഗിയെ ശുശ്രൂഷിക്കുന്നതിന് ആവശ്യമായുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ പഞ്ചായത്ത് തന്നെയാണ് ഫണ്ട് വെച്ച് ഹോസ്പിറ്റലുമായി ചേർന്ന് നടത്തുക. അതോടൊപ്പം തന്നെ വലിയ ഒരു പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം എന്ന് പറഞ്ഞ് ഫെബ്രുവരി 28-ന് വലിയ വിപുലമായ ഒരു പരിപാടി പഞ്ചായത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. അതൊരു അഭിമാന നേട്ടമായാണ് കാണുക. കാരണം പാലിയേറ്റീവായി തീരെ കിടപ്പായ രോഗികളല്ലാതെ പഞ്ചായത്തിലുള്ള മുഴുവൻ രോഗികളെയും അവരുടെ കൂട്ടിരിക്കുന്ന അവരുടെ
ബൈസ്റ്റാൻഡറെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിന്റെയും PHCയുടെയും നേതൃത്വത്തിൽ വലിയൊരു പരിപാടി നടത്തുകയുണ്ടായി. അവർക്ക് ആവശ്യമായ അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള കലാപരിപാടികൾ നടത്തുകയും അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്നതിനും ഒരു കൂട്ടായ ഒരു സംഗമവും നടത്തിയതിൽ വളരെ അഭിമാനമുണ്ട്. തീർച്ചയായും ഇനിയൊരു മഴക്കാലത്തെ അഭിമുഖീകരിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ തുടക്കമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇതിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളുമായി ബന്ധപ്പെട്ട 22 വാർഡുകളിലും സാനിറ്റേഷൻ കമ്മിറ്റി കൂടുകയും സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതാത് വാർഡുകളിലുള്ള എല്ലാ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം സോഴ്സ് റിഡക്ഷന് ആവശ്യമായ പരിപാടികൾ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള തോടുകളിൽ ആവശ്യമായ മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ സ്പ്രേയിങ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് മുതൽ വാർഡിലെ എല്ലാ ഭാഗങ്ങളിലും ഫോഗിങ് നടത്തുന്നതിനും തീരുമാനമായിട്ടുണ്ട്. ആവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം മഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ കൊതുകുകൾ നശിപ്പിക്കുന്നതിനും വാർഡും പരിസരവും ശുചീകരിക്കുന്നതിനും തൊഴിലുറപ്പുകാരുമായി ചേർന്നുകൊണ്ട് തോടുകൾ ശുചീകരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഡെങ്കിപ്പനി ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് അരൂര്. പക്ഷെ അത് നിർമ്മാർജ്ജനത്തിനായി വളരെ നേരത്തെ തന്നെ ഡെങ്കിപ്പനിയുടെ അവയർനെസ്സിനായി ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും അത് ബഹുമാന്യായ MLA ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ജില്ലാതല പ്രോഗ്രാമും അരൂര് വെച്ചാണ് സംഘടിപ്പിക്കപ്പെട്ടത്. തീർച്ചയായും നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ തന്നെ അത്തരത്തിലുള്ള മികച്ച പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എത്തരത്തിലാണ് നടപ്പിലാക്കുന്നത്? ഒപ്പം തന്നെ അംഗനവാടികളെ സ്മാർട്ടാക്കാനുള്ള പദ്ധതികളെല്ലാം തന്നെ എത്രത്തോളം ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്? അംഗൻവാടികളുമായി ബന്ധപ്പെട്ട് ഈ ഭരണകാലത്ത് നമുക്ക് നടത്താനായത് 3 സ്മാർട്ട് അംഗൻവാടികളാണ് നമുക്ക് നിർമ്മിച്ചു നൽകാനായത്. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയോട് ചേർന്നുകൊണ്ട് 8ാം വാർഡിലും 12ാം വാർഡിലും 22ാം വാർഡിലുമായിട്ടാണ് സ്മാർട്ട് അംഗൻവാടികൾ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. അംഗൻവാടികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മുടെ ചെറിയ മക്കൾ തുടക്കം അക്ഷരത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും തുടക്കം കുറിക്കുന്നത് അംഗൻവാടികളിൽ നിന്നാണ്. അപ്പോൾ അവർ വന്നിരിക്കുന്ന സ്പേസ് അവരുടെ മനസ്സിൽ എന്നും നിലനിന്ന് നല്ല ഒരു സംസ്കാരം രൂപീകരിക്കുന്ന രീതിയിലാക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അതുപോലെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കൊണ്ട് SC-യും ST ഫണ്ടുകൾ കൂടാതെ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് വെച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിനായി സ്കോളർഷിപ്പും ലാപ്ടോപ്പുകളും മറ്റും വിതരണം ചെയ്യുന്നതിനും സാധിച്ചിട്ടുണ്ട് എന്നതിൽ അഭിമാനമുണ്ട്. ഈ വർഷം തന്നെ വിതരണം ചെയ്തത് 52ഓളം ലാപ്ടോപ്പുകളും 63ഓളം സ്കോളർഷിപ്പുകളുമാണ് നമ്മൾ ഈ പദ്ധതിയിൽ വിതരണം ചെയ്തിട്ടുള്ളത്. തീർച്ചയായും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അരൂർ ഗ്രാമപഞ്ചായത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാത്തിരിക്കാം. ആലപ്പുഴ ജില്ലയിലെ അരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളാണ് അഡ്വക്കേറ്റ് രാഖി ആന്റണി നമ്മളോട് പങ്കുവെക്കുന്നത്. ശ്രീമതി രാഖി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിലെടുത്തു പറയേണ്ടത് മാലിന്യ സംസ്കരണ രംഗത്തെ മികച്ച നേട്ടങ്ങൾ തന്നെയാണ്. മാലിന്യമുക്ത പഞ്ചായത്തായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്നത്? മാലിന്യമുക്ത പഞ്ചായത്തായി തിരഞ്ഞെടുക്കുന്നതിന് പ്രധാനമായും നമുക്ക് കാരണമായത് നമ്മുടെ പഞ്ചായത്തിൽ വലിയൊരു MCF സ്ഥാപിച്ച് എല്ലാ വാർഡുകളിലും കൃത്യമായി ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നതിലൂടെയാണ്. അതോടൊപ്പം തന്നെ വേമ്പനാട് കായൽ വീണ്ടെടുക്കാം വേമ്പനാട് കായൽ എന്ന നിലയിൽ വേമ്പനാട് കായലിലെ പ്ലാസ്റ്റിക്കുകളും മറ്റും നീക്കം ചെയ്ത 1700 കിലോ പ്ലാസ്റ്റിക് ആണ് വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നമ്മൾ നീക്കിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ വാർഡുകളിലുള്ള നിരവധി ജലാശയങ്ങളെല്ലാം പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഹരിതകർമ്മ സേനാ പ്രവർത്തനം ചിട്ടയായി നടത്തുന്നതിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ MCF-ന് അനുബന്ധ സൗകര്യങ്ങൾ കൂടി ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാത്രമാണ് മറ്റ് വേസ്റ്റുകൾ, അതായത് തുണി, മറ്റു വേസ്റ്റുകൾ കൂടി നമുക്ക് ശേഖരിച്ചുകൊണ്ട് പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ സാധിക്കുക. അതുപോലെ എല്ലാ ഹൈവേയുടെ നിരവധി പ്രദേശങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് വലിച്ചെറിയൽ വിരുദ്ധ ദിനം ആചരിച്ചുകൊണ്ട് വലിച്ചെറിയുന്ന ഒരു സംസ്കാരം ഇല്ലാതാക്കുന്നതിന് വേണ്ടി കൂടി പഞ്ചായത്ത് പ്രവർത്തിച്ചു വരികയാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക പഞ്ചായത്തിന്റെ കീഴിൽ തന്നെയാണ്. അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലും അസിസ്റ്റന്റ് സെക്രട്ടറി, VEO, HI
എന്ന് പഞ്ചായത്തിന് സ്വന്തമായി ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറെ നിയമിച്ചുകൊണ്ടാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പുതിയ ചുവടുവയ്പ് നടത്തിയത്. കൃത്യമായി ഹരിതകർമ്മസേനയെ മോണിറ്റർ ചെയ്യുന്നതിനും അതോടൊപ്പം ഒരു ആപ്പ്, ഹരിതമിത്രം ആപ്പ് എന്ന നിലയിൽ ഒരു ആപ്പ് സ്ഥാപിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും ഹരിതമിത്രം ആപ്പ് സ്ഥാപിച്ചുകൊണ്ടും കെൽട്രോണിനോട് ചേർന്നാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കുറെ കൂടി സുതാര്യമായി നമുക്ക് പഞ്ചായത്തിലോ ഓഫീസിലോ വീടുകളിലോ ഇരുന്ന് പരിശോധിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഹരിതമിത്രം ആപ്പ് വഴി നമുക്ക് ഹരിതകർമ്മസേന അംഗങ്ങളെ പ്രാപ്തരാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും. അതോടൊപ്പം തന്നെ വിവിധ വാർഡുകളിലെ സ്റ്റോക്ക് പിറ്റ്, കമ്പോസ്റ്റ് പിറ്റ് അടക്കം എന്നിവയുടെ നിർമ്മാണം അടക്കം സാധ്യമാക്കിയിട്ടുണ്ട് അല്ലേ? വിവിധ വാർഡുകളിൽ സ്റ്റോക്ക് പിറ്റ്, കമ്പോസ്റ്റ് പിറ്റ് നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഇവ സ്ഥാപിക്കുന്നതിനും പഞ്ചായത്തിന്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും സ്കൂളുകളിൽ ഉൾപ്പെടെ ബയോ ബിന്നുകളും ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ച് നൽകുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ബോട്ടിലുകളെല്ലാം സ്വീകരിക്കുന്നത് ബോട്ടിൽ ബൂത്തുകളിലാണ്. 32ഓളം ബോട്ടിൽ ബൂത്തുകളാണ് അരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ ജൈവ മാലിന്യം ശേഖരിക്കുന്നതിനായി ബയോ കമ്പോസ്റ്റർ ബിന്നും നമ്മൾ എല്ലാവർക്കും തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വീടുകളിലും സ്ഥാപനങ്ങളിലും നൽകുന്നതിന് സാധിച്ചിട്ടുണ്ട്. 950ഓളം ബയോ ബിന്നുകളാണ് ഈ വർഷത്തെ പദ്ധതിയിൽ നൽകിയിട്ടുള്ളത്. അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുടെ കാര്യം പറയുമ്പോൾ തന്നെ ലൈഫ് ഭവന പദ്ധതിയുമായി കൂടുതൽ വീടുകൾ നൽകാൻ പഞ്ചായത്തിനായിട്ടുണ്ട്. എല്ലായിടത്തും കുടിവെള്ളം എത്തിക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗതാഗത സൗകര്യം എങ്ങനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? പ്രത്യേകിച്ച് ഗ്രാമീണ റോഡുകളുടെ എല്ലാം തന്നെ നവീകരണം എത്രത്തോളം നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ്? വഴിവിളക്കുകൾ ഗവൺമെന്റിന്റെ പദ്ധതിയായ LED ഗ്രാമം പദ്ധതിയോട് ചേർന്നുകൊണ്ട് തന്നെ അരൂരിന്റെ എല്ലാ ഭാഗങ്ങളിലും വെളിച്ചം എത്തുന്ന രീതിയിൽ ആളുകൾക്ക് നല്ല രീതിയിൽ സഞ്ചരിക്കാനാവുന്ന വിധം തന്നെ വഴിവിളക്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഹൈമാസ് ലൈറ്റുകൾ പ്രധാനപ്പെട്ട പോയിന്റുകളിലെല്ലാം സ്ഥാപിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് അഡ്വക്കേറ്റ് രാഗി നമ്മളോട് പങ്കുവച്ചത്. പഞ്ചായത്തിന്റെ വാതുക്കലിലുള്ള കുളം നവീകരിച്ച് കുടിവെള്ള പദ്ധതി അടക്കം തന്നെ യാഥാർത്ഥ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേമ്പനാട്ട് കായൽ, ഈ പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള വേമ്പനാട്ട് കായലിന്റെ ക്ലീനിംഗ് പദ്ധതികളെല്ലാം തന്നെ നേരത്തെ നടപ്പിലാക്കാനും പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി തന്നെ എന്തൊക്കെ പദ്ധതികളാണ് പഞ്ചായത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്? പ്രത്യേകിച്ച് ഈ കുടുംബശ്രീ, തൊഴിൽ സംരംഭം ഇവരെയെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എത്തരത്തിലാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? CDSമായി ബന്ധപ്പെട്ട വനിതകളുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുക. ഉജ്ജീവനം പദ്ധതി അതിൽ എടുത്തു പറയത്തക്ക ഒരു പദ്ധതിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഏകദേശം 30ഓളം സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചെറിയ തൊഴിൽ സംരംഭങ്ങളെല്ലാം തുടങ്ങുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതില് പ്രധാനമായും കോഴി വളർത്തൽ, വസ്ത്രങ്ങളുടെ കച്ചവടം, മറ്റു പദ്ധതികളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രധാനമായും പറയപ്പെടുന്ന പദ്ധതികൾ എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നതിനുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സഹായങ്ങളെല്ലാം ചെയ്തു നൽകിയിട്ടുണ്ട്. ചെറിയ അടുക്കള സംരംഭങ്ങൾ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കൂടി ചെറിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ആവശ്യമായ ഒരു ഇന്റേൺ പഞ്ചായത്തിൽ തന്നെ നിലവിലുള്ളതും ആ ഇന്റേണിന്റെ സഹായത്തോടെ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സാധാരണക്കാരായ വനിതകൾക്ക് സാധിച്ചിട്ടുണ്ട്. 467 സംരംഭങ്ങളാണ് ഇത്തരണത്തിൽ തുടങ്ങുന്നതിന് സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും. അതോടൊപ്പം എടുത്തു പറയേണ്ടത് വയോജനങ്ങൾക്കായും ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കും വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളാണ്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണാനാവുക? വയോജനങ്ങൾക്കായി പകൽവീട് എന്ന സംരംഭം തുടങ്ങാനായി എന്നതാണ് ഏറ്റവും ചാരിതാർത്ഥ്യം അർഹിക്കുന്ന ഒരു സംഭവം. കാരണം നമ്മളുടെ അരൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ സാധാരണക്കാരായ എല്ലാവരും തന്നെ മക്കളും കൊച്ചുമക്കളും എല്ലാം ജോലിക്കായി നഗരത്തെ സമീപിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കൾക്ക് ഒരുമിച്ചിരിക്കാനും സന്തോഷങ്ങൾ പങ്കിടാനുമായി പകൽവീട് എന്ന ഒരു സംരംഭം തുടങ്ങുകയും അതനുസരിച്ചിട്ട്
തുടക്കം കൊടുക്കുകയും ചെയ്തു. സാധാരണ കുട്ടികളെ കൊണ്ടുവരുന്ന പോലെ തന്നെ അമ്മമാരെയും അച്ഛന്മാരെയും പഞ്ചായത്തിന്റെ വാഹനത്തിൽ എടുക്കുകയും അവരെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് അവർക്ക് ആവശ്യമായ കെയർ ഗീവറെ കൂടി വെച്ചുകൊണ്ടാണ് പകൽ വീട് പ്രവർത്തിച്ചു വരുന്നത്. ഭിന്നശേഷിക്കാർക്കായി സ്കോളർഷിപ്പും മറ്റു ഉപകരണങ്ങളും ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ അവർക്ക് നല്ല രീതിയിലേക്ക് അവരുടെ കുറവുകൾ മാറ്റി നിർത്തിക്കൊണ്ട് മുൻനിരയിലേക്ക് വരുന്നതിനാവശ്യമായ ഭിന്നശേഷി ഉപകരണങ്ങൾ നൽകുകയും അവർക്കായി കലാമേളകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. സ്വർഗം നിരത്തിറങ്ങി വരുന്ന ആഘോഷമായിരുന്നു സർഗോത്സവം എന്ന പേരിൽ ഭിന്നശേഷിക്കാർക്കായി നടത്തപ്പെട്ട ഭിന്നശേഷി കലോത്സവം. തീർച്ചയായും ഇത്തരത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ ഇനിയും പഞ്ചായത്തിൽ നടപ്പിലാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനമായും സംസ്ഥാനമടക്കം നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ലഹരി മാഫിയ കൈയടക്കുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ ലഹരി വിരുദ്ധ പദ്ധതികൾ എന്തൊക്കെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ലഹരിക്കെതിരെ എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ലഹരിക്കെതിരെ പ്രധാനമായും വാർഡുകളിൽ കമ്മിറ്റി കൂടി ഓരോ കമ്മിറ്റികൾ ലഹരിക്കെതിരെ രൂപീകരിച്ചിട്ടുള്ളതാണ്. ഓരോ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. റെസിഡൻസ് അസോസിയേഷൻ ആ വാർഡിൽ പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകൾ, സംയുക്ത സംഘടനകളോട് ചേർന്ന് ലഹരിക്കെതിരെ ഒരു സംഘടന രൂപീകരിച്ചിട്ടുള്ളതും അവിടെ എല്ലാ വാർഡുകളിലും തന്നെ ലഹരിക്ക് എതിരെയുള്ള ക്ലാസ്സുകളും ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് മാതാപിതാക്കളെയും കുട്ടികളെയും ബോധവാന്മാരാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. സ്കൂളുകളിലും ഇത്തരണത്തിൽ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെ ഒരു മനുഷ്യ ചങ്ങല തന്നെ തീർക്കുന്നതിന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തി വരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? നാഷണൽ ഹൈവേയുടെ വർക്കുമായി ബന്ധപ്പെട്ട് അരൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന നിരവധി പഞ്ചായത്തുകൾ നാഷണൽ ഹൈവേയുടെ വർക്കുമായി ഇപ്പോൾ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബ്ലോക്കുകളും ഇനിയിപ്പോൾ മഴ കൂടി പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വാഹനങ്ങളുടെ തിരക്കും ബ്ലോക്കും എല്ലാമാണ് പഞ്ചായത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ. നമ്മൾ തുടങ്ങിയ ടേക്ക് എ ബ്രേക്കിലെ കട നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ വന്നത് ഇതുമായി ബന്ധപ്പെട്ട നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉണ്ടായ പോരായ്മ മൂലമാണ്. ഭാവിയിൽ ഇനി ഏകദേശം ഒരു 6 മാസക്കാലമാണ് നമ്മുടെ മുന്നിൽ, ഈ ഭരണസമിതിയുടെ മുന്നിലുള്ളത്. പക്ഷെ അപ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലുള്ള ടൂറിസം പദ്ധതി പൂർത്തീകരിക്കുന്നതിനും എല്ലാ വാർഡുകളിലും കൃത്യമായി ഈ വർഷത്തെ പദ്ധതികൾ 25-26 എടുത്തിട്ടുള്ള പദ്ധതികളും റോഡുകളുടെ പൂർത്തീകരണവും എല്ലാം കൃത്യമായ രീതിയിൽ നടക്കുന്നതിനും 2-3 അംഗൻവാടിക്ക് സ്ഥലം വാങ്ങുന്നതിനായി വെച്ചിട്ടുള്ള സംഭവങ്ങൾ തീർക്കുന്നതിനും ഉദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം അതിദരിദ്രർക്ക് ആവശ്യമായ 6 വീടുകളാണ് നമുക്ക് നിർമ്മിച്ചു നൽകാനായിട്ടുള്ളത്. അതിദരിദ്രർക്കായി 3 ഭവനങ്ങൾ കൂടി ഇനി നിർമ്മിച്ചു നൽകേണ്ടതുണ്ട്. അവ കൂടി നിർമ്മിച്ചു നൽകണമെന്നാണ് പഞ്ചായത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായും പറയാനുള്ളത് അതിദരിദ്രരെ പോലെ തന്നെ അഗതി ആശ്രയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം പ്രവർത്തനങ്ങൾ കൂടി നടത്തിയതിനു ശേഷമായിരിക്കും ഈ ഭരണസമിതിയുടെ കാലയളവ് പൂർത്തീകരിക്കാനാവുക. അതുകൂടി കൃത്യമായ രീതിയിൽ നടത്തി മുന്നോട്ട് പോകുമ്പോൾ വീടുകളുടെ പൂർത്തീകരണം കൂടി നൽകാനുണ്ട്. ഒരു ടർഫ് എന്ന ആശയം തുടങ്ങിയെങ്കിലും അത് പൂർത്തീകരിച്ചിട്ടില്ല. ടർഫിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങൾക്കായി ഒരു കളിസ്ഥലം കൂടി വാങ്ങിയ ശേഷമായിരിക്കും ഈ ഭരണസമിതിയുടെ കാലയളവ് കഴിയുക എന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ആലപ്പുഴ ജില്ലയിലെ അരൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പങ്കുവച്ചത്. ഭാവി പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി അഡ്വക്കേറ്റ് രാഖി ആന്റണി. എൻ്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.